Assalamualaikum, welcome back to my channel. നല്ല ചൂടല്ലേ, അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ശരി ഇന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. എല്ലാവർക്കും ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് കട്ട് ചെയ്യൽ ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ആ ഏരിയ കൂടെ പോകലില്ല നാട്ടിലാവുന്ന സമയത്ത്. പക്ഷെ ഇവിടെ അതല്ലല്ലോ അവസ്ഥ, നമ്മൾ തന്നെ കട്ട് ചെയ്യണം, നമ്മൾ തന്നെ കഴിക്കണം. അപ്പോൾ ശരി ഇന്ന് ഫ്രൂട്ട് സലാഡ് ആവുന്ന സമയത്ത് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാങ്ങയും മുന്തിരിയും അനാറൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഈ 2 ദിവസം ഇട്ട വീഡിയോസിൽ എന്തായാലും നല്ല കുറവുകളുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ ആ വീഡിയോസിന് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും എന്തായാലും ഞാൻ അതിൽ വ്യത്യാസം എന്തായാലും വരുത്തുന്നതാണ്. പക്ഷേ ഈ കാണുന്ന വ്യൂവേഴ്സ് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിച്ചണിലോട്ട് പോകാം കേട്ടോ. 1 കപ്പ് പാലും 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി ചൂടായതിന് ശേഷമാണ് ഈ കസ്റ്റേർഡ് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിലൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അടി പിടിക്കരുത് കേട്ടോ. അപ്പോൾ അത് കാരണം സിമ്മിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ഒന്ന് കുറുകി വരുന്നത് വരെ നന്നായി മിക്സ് ചെയ്യണം. ഞാൻ പിന്നെ നല്ല കട്ടിയാക്കില്ല കേട്ടോ, കുറച്ചൊരു ലൂസ് പോലെയാണ് ഇഷ്ടം. അതിന് ശേഷം ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ മുന്തിരിയും ഫ്രൂട്ട്സൊക്കെ ഇടുന്നത് കേട്ടോ. മുന്തിരി, അനാറ്, ആപ്പിൾ, മാങ്ങ അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരും കഴിക്കാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ ശരിയെന്ന് ചെറിയൊരു ബൗളിൽ ഞാൻ ന്യൂട്ടലിലേക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്താണ്. പക്ഷെ അത് കുളമായിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിൽ ഫ്രൂട്ട്സൊക്കെ അതിൽ നിറച്ച് പിന്നെ അതിൽ കുറച്ച് ഐസ്ക്രീം വെക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ ഐസ്ക്രീം അതിൻ്റെ മേലെ കുറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തണുപ്പാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ ഇക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് കട്ടൻ ചായ വേണം. അപ്പോൾ ഇക്കാക്കും എനിക്കും പാടെ കട്ടൻ ചായയൊക്കെ റെഡിയാക്കി ഏലക്കയും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല തിളച്ചതിന് ശേഷം ഗ്ലാസ്സിലാക്കി കട്ടൻ ചായ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.